യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹാനായ ലോഗോസ് ബൈബിൾ ക്വിസ് ന്യായാധിപന്മാർ അധ്യായം 16 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം 16 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 16:1 സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു. ന്യായാധിപന്മാർ 16:1. ന്യായാധിപന്മാർ 16:1 പ്രകാരം സാംസൺ പോയത് ഏത് സ്ഥലത്തേക്കാണ്? ഉത്തരം ഗാസ. സാംസൺ ഗാസായിൽ ആരെയാണ് കണ്ടുമുട്ടിയത്? ഉത്തരം ഒരു സ്വൈരണിയെ. ഒരു സ്വൈരണിയെ സാംസൺ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ഉത്തരം ഗാസായിൽ വെച്ച്. സാംസൺ ആരോടുകൂടെ ശയിച്ചു എന്നാണ് ന്യായാധിപന്മാർ 16:1 പറയുന്നത്? ഉത്തരം ഗാസായിൽ കണ്ടുമുട്ടിയ ഒരു സ്വൈരണിയോടുകൂടി. ന്യായാധിപന്മാർ 16:2 സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസാ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. ന്യായാധിപന്മാർ 16:2. സാംസൺ ഒരു സ്വൈരിണിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസാ നിവാസികൾ എന്താണ് ചെയ്തത്? ഉത്തരം അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നത് ആരാണ്? ഉത്തരം ഗാസാ നിവാസികൾ. ഗാസാ നിവാസികൾ രാത്രി മുഴുവൻ എവിടെയാണ് പതിയിരുന്നത്? ഉത്തരം പട്ടണവാതിൽക്കൽ. ഗാസാ നിവാസികൾ എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് പറഞ്ഞത്? ഉത്തരം പ്രഭാതം വരെ. പട്ടണവാതിക്കൽ രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നതാരാണ്? ഉത്തരം ഗാസാ നിവാസികൾ. രാവിലെ അവനെ നമുക്ക് കൊല്ലാം. ആരെ കൊല്ലാമെന്നാണ് പറഞ്ഞത്? ഉത്തരം ഗാസാ നിവാസികൾ സാംസനെ. ന്യായാധിപന്മാർ 16:3 എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു. പിന്നെ എഴുന്നേറ്റു പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16:3. സാംസൺ എപ്പോൾ വരെയാണ് കിടന്നത്? ഉത്തരം പാതിരാവരെ. പാതിരാവരെ കിടന്ന സാംസൺ എഴുന്നേറ്റ് എന്താണ് ചെയ്തത്? ഉത്തരം പട്ടണപ്പടിയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്തു. പട്ടണപ്പടിയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത സാംസൺ അത് തോളിൽ വെച്ച് എവിടേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. ന്യായാധിപന്മാർ 16:3 പറയുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഹെബ്രോൻ. ന്യായാധിപന്മാർ 16:4 അതിനുശേഷം സോറയ്ക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ന്യായാധിപന്മാർ 16:4. ഗാസായിലെത്തിയ സാംസൺ ആരെയാണ് സ്നേഹിച്ചത്? ഉത്തരം ദലീലയെ. ദലീല എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം സോറയ്ക്ക് താഴെയുള്ള താഴ്വരയിൽ. സോറയ്ക്ക് താഴെയുള്ള താഴ്വരയിലുള്ള ആരെയാണ് സാംസൺ സ്നേഹിച്ചത്? ഉത്തരം ദലീലയെ. ന്യായാധിപന്മാർ 16:5 ഫിലിസ്തീയരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ന്യായാധിപന്മാർ 16:5. ഫിലിസ്തീയരുടെ നേതാക്കന്മാർ ആരുടെ അടുത്താണ് ചെന്നത്? ഉത്തരം ദലീലയുടെ അടുത്ത്. ദലീലയുടെ അടുത്ത് ചെന്നത് ആരാണ്? ഉത്തരം ഫിലിസ്തീയരുടെ നേതാക്കന്മാർ. സാംസനെ നീ വശീകരിക്കണമെന്ന് ദലീലയോട് പറഞ്ഞത് ആരാണ്? ഉത്തരം ദലീലയുടെ അടുത്ത് ചെന്ന ഫിലിസ്തീയരുടെ നേതാക്കന്മാർ. ദലീലയുടെ അടുത്ത് ചെന്ന ഫിലിസ്തീയരുടെ നേതാക്കന്മാർ അവളോട് നീ എന്ത് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്? ഉത്തരം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. ദലീലയുടെ അടുത്ത് ചെന്ന ഫിലിസ്തീയരുടെ നേതാക്കന്മാർ ഓരോരുത്തരും അവൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം 1100 വെള്ളി നാണയം. 1100 വെള്ളി നാണയം. ന്യായാധിപന്മാർ 16:6 ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. ന്യായാധിപന്മാർ 16:6. ന്യായാധിപന്മാർ 16:6 ദലീല സാംസനോട് ദയവായി എന്നോട് പറയുക എന്ന് പറഞ്ഞത് എന്താണ്? ഉത്തരം നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും. നിന്റെ എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നെന്നോട് പറയുക എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്.
ഉത്തരം: നിന്റെ ഈ വലിയ ശക്തിയല്ല. നിന്റെ ഈ വലിയ ശക്തിയല്ല. ന്യായാധിപന്മാർ 16:7. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞു ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ന്യായാധിപന്മാർ 16:7. എന്ത് ചെയ്താൽ താൻ ശക്തി കുറഞ്ഞ് മറ്റു മനുഷ്യരെ പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം: ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. ന്യായാധിപന്മാർ 16:8. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ന്യായാധിപന്മാർ 16:8. ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്താണ് കൊണ്ടുവന്നത്? ഉത്തരം: ഉണങ്ങാത്ത പുതിയ 7 ഞാൺ. ദലീല സാംസനെ എന്തുകൊണ്ടാണ് ബന്ധിച്ചത്? ഉത്തരം: ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. ന്യായാധിപന്മാർ 16:9. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ന്യായാധിപന്മാർ 16:9. ദലീല എവിടെയാണ് ആളുകളെ പതിയിരുത്തിയത്? ഉത്തരം: ഉൾമുറിയിൽ. ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയതിനു ശേഷം അവൾ സാംസനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. സാംസൺ എങ്ങനെയാണ് ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞത്? ഉത്തരം: അഗ്നി ചണനൂലിനെ എന്ന പോലെ. അഗ്നി ചണനൂലിനെ എന്ന പോലെ. സാംസന്റെ എന്താണ് പുറത്താകാതിരുന്നത്? ഉത്തരം: ശക്തിയുടെ രഹസ്യം. ന്യായാധിപന്മാർ 16:10. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. ന്യായാധിപന്മാർ 16:10. സാംസൺ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ദലീല അവനോട്, നീ എന്നെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഉത്തരം: നീ എന്നെ കബളിപ്പിച്ചു. എന്നോട് നുണ പറഞ്ഞു. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ദലീല സാംസനോട്. ന്യായാധിപന്മാർ 16:11. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. ന്യായാധിപന്മാർ 16:11. എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം: ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട്. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട്. ന്യായാധിപന്മാർ 16:12. അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവർ പൊട്ടിച്ചു കളഞ്ഞു. ന്യായാധിപന്മാർ 16:12. എപ്പോഴാണ് ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് സാംസനെ കെട്ടിയത്? ഉത്തരം: ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്ന് സാംസൺ പറഞ്ഞപ്പോൾ. പുതിയ കയറ് കൊണ്ടുവന്ന് സാംസനെ കെട്ടിയിട്ട് ദലീല അവനോട്, ആര് വരുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: ഫിലിസ്ത്യർ. പതിയിരുന്നവർ എവിടെയായിരുന്നു? ഉത്തരം: അകത്തെ മുറിയിൽ. ഇതാ ഫിലിസ്ത്യർ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ എന്താണ് ചെയ്തത്? ഉത്തരം: കെട്ടിയിരുന്ന കയർ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞു. തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ എങ്ങനെയാണ് പൊട്ടിച്ചു കളഞ്ഞത്? ഉത്തരം: നൂലുപോലെ. സാംസൺ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞത് എന്താണ്? ഉത്തരം: തന്നെ കെട്ടിയിരുന്ന കയർ. ന്യായാധിപന്മാർ 16:13. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. ന്യായാധിപന്മാർ 16:13. ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് ദലീല സാംസനോട് പറഞ്ഞത് എപ്പോഴാണ്? തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. താൻ മറ്റു മനുഷ്യരെ പോലെ എങ്ങനെ ബലഹീനനാകുമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: തൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. ന്യായാധിപന്മാർ 16:14. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറയും പാവും വലിച്ചു പൊളിച്ചു. ന്യായാധിപന്മാർ 16:14.
എപ്പോഴാണ് ദലീല സാംസന്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത്? ഉത്തരം, അവൻ ഉറങ്ങുമ്പോൾ. സാംസന്റെ 7 തലമുടി ചുരുളുകൾ പാവിനോട് ചേർത്ത് എങ്ങനെയാണ് നെയ്തത്? ഉത്തരം, ആണിയിൽ ഉറപ്പിച്ച്. ദലീല ആണിയിൽ ഉറപ്പിച്ച് നെയ്തത് എന്താണ്? ഉത്തരം, സാംസന്റെ 7 തലമുടി ചുരുൾ. സാംസൺ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചത്? ഉത്തരം, സാംസൺ ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ. ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സാംസൺ എന്താണ് വലിച്ചു പൊളിച്ചത്? ഉത്തരം, ആണിയും തറിയും പാവും. ആണിയും തറിയും പാവും. ന്യായാധിപന്മാർ 16:15. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോടുകൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. ന്യായാധിപന്മാർ 16:15. ന്യായാധിപന്മാർ 16:15 ദലീല സാംസനോട് എന്താണ് ചോദിക്കുന്നത്? ഉത്തരം, നിന്റെ ഹൃദയം എന്നോടുകൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? നിന്റെ ഹൃദയം എന്നോടുകൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ആരോടാണ് ഇപ്രകാരം ചോദിക്കുന്നത്? ഉത്തരം, ദലീല സാംസനോട്. ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. ആരെ അവഹേളിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം, സാംസൺ ദലീലയെ. സാംസൺ തന്നെ എത്ര പ്രാവശ്യം അവഹേളിച്ചിരിക്കുന്നു എന്നാണ് ദലീല പരാതിപ്പെടുന്നത്? ഉത്തരം, 3 പ്രാവശ്യം. ന്യായാധിപന്മാർ 16:16. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. ന്യായാധിപന്മാർ 16:16. നീ എന്നോട് എന്ത് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീല സാംസനോട് പറയുന്നത്? ഉത്തരം, നിന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന്. നിന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന്. സാംസന് എന്താണ് മരണത്തിന് തുല്യമായി തോന്നിയത്? ഉത്തരം, ദലീലയുടെ അലട്ടൽ. ദലീലയുടെ അലട്ടൽ. ആരുടെ അലട്ടലാണ് മരണത്തിന് തുല്യമായി മാറിയത്? ഉത്തരം, സാംസണ് ദലീലയുടെ അലട്ടൽ. സാംസണ് ദലീലയുടെ അലട്ടൽ. ന്യായാധിപന്മാർ 16:17. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടിവെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ന്യായാധിപന്മാർ 16:17. ദലീലയുടെ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ സാംസൺ എന്താണ് തുറന്നു പറഞ്ഞത്? ഉത്തരം, രഹസ്യം. സാംസൺ എപ്പോഴാണ് ദലീലയോട് രഹസ്യം തുറന്നു പറഞ്ഞത്? ഉത്തരം, ദലീലയുടെ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ. തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം, ക്ഷൗരക്കത്തി. ജനനം മുതലേ സാംസൺ ആർക്ക് നാസീർ വ്രതക്കാരനാണ്? ഉത്തരം, ദൈവത്തിന്. ജനനം മുതലേ താൻ എന്താണെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം, ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. എന്ത് ചെയ്താലാണ് സാംസൺ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകുന്നത്? ഉത്തരം, മുടിവെട്ടിയാൽ. മുടിവെട്ടിയാൽ സാംസൺ എന്ത് സംഭവിക്കും? ഉത്തരം, ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകും. ന്യായാധിപന്മാർ 16:18. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. ന്യായാധിപന്മാർ 16:18. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ആരെയാണ് വിളിച്ചത്? ഉത്തരം, ഫിലിസ്ത്യരുടെ നേതാക്കളെ. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം, ഈ പ്രാവശ്യവും കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യവും കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ദലീല ഫിലിസ്ത്യ നേതാക്കളോട്. സാംസൺ തന്നോട് എന്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളോട് പറഞ്ഞത്? ഉത്തരം, സകല രഹസ്യങ്ങളും. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ ആരാണ് പണവുമായി അവളുടെ അടുത്തെത്തിയത്? ഉത്തരം, ഫിലിസ്ത്യരുടെ നേതാക്കൾ. ഫിലിസ്ത്യരുടെ നേതാക്കൾ എന്തുമായിട്ടാണ് ദലീലയുടെ അടുത്തെത്തിയത്? ഉത്തരം, പണവുമായി. ന്യായാധിപന്മാർ 16:19. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി.
അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ന്യായാധിപന്മാർ 16:19. സാംസൺ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ ദലീല എന്തു ചെയ്തു? ഉത്തരം: അവനെ മടിയിൽ കിടത്തി ഉറക്കി. സാംസന്റെ തലയിലെ എത്ര മുടിച്ചുരുളുകളാണ് ഒരാളെ കൊണ്ട് ക്ഷൗരം ചെയ്യിച്ചത്? ഉത്തരം: 7 മുടിച്ചുരുളുകൾ. ആരെ കൊണ്ടാണ് സാംസന്റെ 7 മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്യിച്ചത്? ഉത്തരം: ഒരാളെ കൊണ്ട്. എപ്പോഴാണ് ദലീല സാംസനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയത്? ഉത്തരം: അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചതിന് ശേഷം. ന്യായാധിപന്മാർ 16:20. അവൾ പറഞ്ഞു: സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു: മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ന്യായാധിപന്മാർ 16:20. ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ ഉറക്കമുണർന്ന സാംസൺ എന്താണ് പറഞ്ഞത്? ഉത്തരം: മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. സാംസനെ ആരാണ് വിട്ടുപോയത്? ഉത്തരം: കർത്താവ്. ആര് തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാതിരുന്നത്? ഉത്തരം: കർത്താവ്. ന്യായാധിപന്മാർ 16:21. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. ന്യായാധിപന്മാർ 16:21. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് എന്തു ചെയ്തു? ഉത്തരം: കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: ഗാസായിലേക്ക്. സാംസനെ ആരാണ് ഗാസായിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം: ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയതിനു ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം: ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗ്രഹത്തിലാക്കിയത്? ഉത്തരം: ഓട്ട് ചങ്ങല കൊണ്ട്. ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയ സാംസനെ ഫിലിസ്ത്യർ എന്ത് ജോലിയിലാണ് ഏർപ്പെടുത്തിയത്? ഉത്തരം: മാവ് പൊടിക്കുന്ന ജോലിയിൽ. ന്യായാധിപന്മാർ 16:22. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16:22. എന്നാൽ മുണ്ടനത്തിന് ശേഷവും സാംസൺ എന്ത് സംഭവിച്ചു? ഉത്തരം: അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 16-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകം എന്താണ്? ഉത്തരം: സാംസന്റെ മരണം. 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് സാംസന്റെ മരണം എന്ന ഈ ശീർഷകത്തിലുള്ളത്. ന്യായാധിപന്മാർ 16:23. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു: നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ന്യായാധിപന്മാർ 16:23. ആരാണ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ആർക്ക് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാനാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: തങ്ങളുടെ ദേവനായ ദാഗോന്. ദാഗോൻ ആരാണ്? ഉത്തരം: ഫിലിസ്ത്യരുടെ ദേവൻ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? ഉത്തരം: തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ. നമ്മുടെ ദേവൻ ആരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം: ശത്രുവായ സാംസനെ. ന്യായാധിപന്മാർ 16:24. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു: നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. ന്യായാധിപന്മാർ 16:24. സാംസനെ കണ്ടപ്പോൾ ജനങ്ങൾ ആരെയാണ് സ്തുതിച്ചത്? ഉത്തരം: തങ്ങളുടെ ദേവനെ. സാംസനെ കണ്ടപ്പോൾ ആരാണ് തങ്ങളുടെ ദേവനെ സ്തുതിച്ചത്? ഉത്തരം: ജനങ്ങൾ. ആരാണ് ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതെന്നാണ് ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം: നമ്മുടെ ദേവൻ. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്. ആരുടെ ദേശമാണ് നശിപ്പിച്ചത്? ഉത്തരം: സാംസൺ ഫിലിസ്ത്യരുടെ ദേശം. ന്യായാധിപന്മാർ 16:24 സാംസനെതിരായി ജനങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. ന്യായാധിപന്മാർ 16:25 സന്തോഷിച്ചു മതിമറന്ന് അവർ പറഞ്ഞു: നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ.
സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. ന്യായാധിപന്മാർ 16:25. സന്തോഷിച്ചു മതിമറന്ന് അവർ എന്താണ് പറഞ്ഞത്? ഉത്തരം: നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. എങ്ങനെയാണ് തങ്ങളുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ എന്നവർ പറഞ്ഞത്? ഉത്തരം: സന്തോഷിച്ച് മതിമറഞ്ഞ്. തങ്ങളുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് അവർ സാംസനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഉത്തരം: കാരാഗൃഹത്തിൽ നിന്ന്. കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ട സാംസൺ എന്താണ് ചെയ്തത്? ഉത്തരം: അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. സാംസനെ ഫിലിസ്ത്യർ എവിടെയാണ് നിർത്തിയത്? ഉത്തരം: തൂണുകളുടെ ഇടയിൽ. സാംസനെ ഫിലിസ്ത്യർ തൂണുകളുടെ ഇടയിലാണ് നിർത്തിയത്. ന്യായാധിപൻ 16:26. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. ന്യായാധിപന്മാർ 16:26. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ എന്താണ് പറഞ്ഞത്? ഉത്തരം: ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. സാംസന്റെ കൈക്ക് പിടിച്ചിരുന്നത് ആരാണ്? ഉത്തരം: ബാലൻ. ബാലനാണ് സാംസന്റെ കൈക്ക് പിടിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണ് കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് സാംസൺ പറയുന്നത്? ഉത്തരം: ഒന്ന് ചാരി നിൽക്കാൻ. ന്യായാധിപന്മാർ 16:27. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16:27. ആരെ കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്? ഉത്തരം: പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട്. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് നിറഞ്ഞിരുന്നത് എന്താണ്? ഉത്തരം: കെട്ടിടം. സാംസനെ കൊണ്ടുവന്ന കെട്ടിടമാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് നിറഞ്ഞിരുന്നത്. ആരാണ് അവിടെ സന്നിഹിതരായിരുന്നത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം. സാംസനെ കൊണ്ടുവന്ന ആ കെട്ടിടത്തിൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാവരും സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ആരാണ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം: ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. 3000 സ്ത്രീ പുരുഷന്മാർ എവിടെ ഇരുന്നാണ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം: മേൽത്തട്ടിൽ. ന്യായാധിപന്മാർ 16:28. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് പ്രാവശ്യം കൂടി യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ന്യായാധിപന്മാർ 16:28. എപ്പോഴാണ് സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാരും സ്ത്രീ പുരുഷന്മാരും അഭ്യാസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഫിലിസ്ത്യ പ്രഭുക്കന്മാരും സ്ത്രീ പുരുഷന്മാരും അഭ്യാസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ന്യായാധിപന്മാർ 16:28 സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം: കർത്താവിനെ. ന്യായാധിപന്മാർ 16:28 സാംസൺ കർത്താവിനെ എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം: ദൈവമായ കർത്താവേ. ദൈവമായ കർത്താവേ എന്നാണ് സാംസൺ കർത്താവിനെ വിളിച്ചത്. ന്യായാധിപന്മാർ 16:28 സാംസൺ കർത്താവിനോട് എന്താണ് ആദ്യമായി വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം: ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ദൈവമായ കർത്താവിനോട് സാംസൺ എന്താണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: എന്നെ ശക്തനാക്കണമേ. എന്നെ ശക്തനാക്കണമേ എന്നാണ് സാംസൺ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. ദൈവമായ കർത്താവിനോട് സാംസൺ ഇപ്രാവശ്യവും കൂടി എന്താണ് യാചിക്കുന്നത്? ഉത്തരം: എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. തന്നെ എന്തിന് ശക്തിപ്പെടുത്തണമേ എന്നാണ് ദൈവമായ കർത്താവിനോട് സാംസൺ യാചിച്ചത്? ഉത്തരം: തൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ. തൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ ശക്തിപ്പെടുത്തണമേ. ന്യായാധിപന്മാർ 16:29. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ സാംസൺ പിടിച്ചു. വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. ന്യായാധിപന്മാർ 16:29. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതിന് ശേഷം സാംസൺ എന്താണ് ചെയ്തത്? ഉത്തരം: കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ പിടിച്ചു. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ പിടിച്ചതിന് ശേഷം സാംസൺ എന്തു ചെയ്തു? ഉത്തരം: വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റേതിലും വെച്ച് അവൻ തള്ളി. സാംസൺ എങ്ങനെയാണ് കെട്ടിടത്തിൻ്റെ നെടും തൂണുകളെ പിടിച്ചു തള്ളിയത്? ഉത്തരം:
വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വെച്ച്, വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വെച്ച്. ന്യായാധിപന്മാർ 16:30. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. ന്യായാധിപന്മാർ 16:30. വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വെച്ച് കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുംതൂണുകളെ പിടിച്ചതിനു ശേഷം സാംസൺ എന്താണ് പറഞ്ഞത്? ഉത്തരം: ഫിലിസ്ത്യരോടുകൂടി ഞാനും മരിക്കട്ടെ. ഫിലിസ്ത്യരോടുകൂടി ഞാനും മരിക്കട്ടെ. ഫിലിസ്ത്യരോടുകൂടി ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം സാംസൺ എന്തു ചെയ്തു? ഉത്തരം: സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. സാംസൺ എങ്ങനെയാണ് കുനിഞ്ഞത്? ഉത്തരം: സർവശക്തിയും ഉപയോഗിച്ച്. സർവശക്തിയും ഉപയോഗിച്ച്. സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? ഉത്തരം: കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. എപ്പോഴാണ് കെട്ടിടം വീണത്? ഉത്തരം: സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ. സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ കെട്ടിടം വീണു. മരണസമയത്ത് സാംസൺ കൊന്നവർ ആരേക്കാൾ അധികമായിരുന്നു? ഉത്തരം: ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ. ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ. ന്യായാധിപന്മാർ 16:31. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ന്യായാധിപന്മാർ 16:31. ആര് വന്നാണ് സാംസന്റെ ശരീരം കൊണ്ടുപോയത്? ഉത്തരം: സഹോദരന്മാരും കുടുംബക്കാരും വന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന്. സാംസനെ എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം: സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. മനോവയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക്. സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക്. എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം: 20 വർഷം. ന്യായാധിപന്മാർ 16:31 പറയുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: സോറ, എഷ്താവോൽ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ന്യായാധിപന്റെ ഗ്രന്ഥം 16-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.